അങ്ങനെ ഷിയാനിപ്പോ ആ ഒരു മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കാണ്. അപ്പോ അവിടെയുള്ള ഗസ്റ്റുകളൊക്കെ തന്നെ ഷിയാനെ കുറിച്ച് വളരെ പുകഴ്ത്തി സംസാരിക്കുന്നു. ഇവന് എല്ലാ കാര്യങ്ങളിലും വളരെ ധാരണയുണ്ട്. മാത്രമല്ല ലേയാൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ച് റിസ്ക് ആണ്. പക്ഷെ അത് ക്ലിക്കായി കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ലാഭം എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അതൊക്കെ തന്നെ ഷിയാന്റെ ഫാദറും അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്ററിൽ ഒരാളായ ഈ അങ്കിളും ഒക്കെ കേൾക്കുന്നുണ്ട്. എന്നാൽ അപ്പോ ഷിയു വളരെ കടിച്ചു പിടിച്ചാണ് അവിടെ ഇരിക്കുന്നത്. ആ ഒരു സമയത്ത് ഷൂയി എന്താ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തുണ്ടെങ്കിലും പറഞ്ഞോ എന്ന് പറയുമ്പോൾ ഇവള് എനിക്ക് ഇവിടെ ഇരിക്കാൻ തീരെ കോൺഫിഡൻസ് പോരാ, ഈ മിസ്റ്റർ ഷിയാൻ എന്നെ തന്നെയാ തുറച്ചു നോക്കുന്നത് എന്ന് പറയുമ്പോൾ ഷൂയി അത് നിന്നെയല്ല നോക്കുന്നത്, എന്നെയാണ്, നീ പേടിക്കണ്ട എന്ന് പറയുമ്പോൾ ഇവരെന്ത് കോൺഫിഡൻസിലാ ഈ പറയുന്നത് എന്താണ് ഇവളെ ചിന്തിക്കുന്നത്. ഇവളുടെ വിചാരം ഷൂയെ ഷിയാന് ഇഷ്ടമല്ല എന്നാണല്ലോ. അപ്പൊ ഗുവാനും അവിടെ റുവോയെ പരതുന്ന സമയത്ത് അവളെ അവിടെ കാണുന്നുണ്ട്. ഇവളും അവനെ കണ്ട് പുഞ്ചിരിക്കുന്നു. കുറച്ചു സമയം കഴിയുമ്പോഴേക്കും ഷിയു അവിടെ ഇരുന്ന് ഉറങ്ങി തട്ടാണ്. അതുകൊണ്ട് തന്നെ ഷൂയോട് ഞാൻ പുറത്തുപോയി കുറച്ച് ശുദ്ധമായി ശ്വസിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകും എന്ന് പറഞ്ഞിട്ട് അവള് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. പക്ഷേ ഷിയു പോകുന്നത് ഷിയാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു മീറ്റിംഗ് കുറച്ച് സമയത്തേക്ക് ബ്രേക്ക് ആയിരിക്കാണ്. ഷൂയി ഷിയാനെ പറ്റി സംസാരിക്കാനായിട്ട് റുവോയുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ റുവോ അപ്പൊ അവിടെ ഉണ്ടായിരുന്നില്ല. അവള് മുന്നേ തന്നെ വലിഞ്ഞു. അവള് ഗുവാനെ കാണാനായിരിക്കണം അവിടെ നിന്ന് വലിഞ്ഞത്. അപ്പോഴേക്കും മറ്റൊരു മീഡിയയിലെ പയ്യൻ ഇവളുടെ അടുത്തേക്ക് വന്ന്, നിങ്ങള് ഫൈനാൻസ് മീഡിയയിലെ ജേർണലിസ്റ്റ് അല്ലേ, ഞാൻ അവിടെ മുൻപ് ഇന്ത്യൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ പരിചയപ്പെട്ടിട്ട് ഫർദർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആയിട്ട് അവരെ മീഡിയയിൽ ഉള്ളവരാണല്ലോ, സോ അതിനുവേണ്ടി നമ്പരൊക്കെ ചോദിക്കുമ്പോൾ ഇവളും അവളുടെ നമ്പരൊക്കെ കൈമാറുന്നു. എന്നാൽ അതൊക്കെ തന്നെ ഷിയാനും കാണുന്നുണ്ട്. അവനത് തീരെ പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളുടെ പേര് അവിടെ നിന്ന് ഉറക്കെ അലറിയെടുത്ത് വിളിച്ചിട്ട് എന്നോടൊപ്പം വരാനായിട്ട് പറയുന്നു. ഇവളും അത് കേട്ട് ഷോക്കായി. ഇവനിനി ഞാൻ മറ്റൊരു പുരുഷനോടൊപ്പം സംസാരിക്കുന്നത് അസൂയപ്പെട്ടിട്ടായിരിക്കോ വിളിക്കുന്നത് എന്ന് ചിന്തിച്ച് വളരെ സന്തോഷത്തിൽ അവന്റെ അടുത്തേക്ക് ചെന്ന് എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. അപ്പോ അവൻ ഇവളോട് ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ജേർണലിസ്റ്റ് എവിടെ എന്നാണ് ചോദിക്കുന്നത്. അത് കേട്ട് ഇവളെ ഷോക്കായി പോവാണ്. അപ്പോ ഇയാൾ ഇത്രയും നേരം നോക്കിയത് ഷിയു പറഞ്ഞതുപോലെ അവളെ ആയിരുന്നോ, ഇയാൾ എന്തിനാ ഇപ്പൊ അവളെ തിരക്കുന്നത് എന്ന് പിറുപിറുത്തുകൊണ്ട് അവള് ജസ്റ്റ് ഒന്ന് പുറത്തു പോയതാണ് സാർ, എന്താ വിളിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ഷിയാനും വിളിക്കാനായിട്ട് പറയുന്നു. അപ്പോ ഷിയു ആണെങ്കിൽ പുറത്തു വന്ന് റീൽസ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഷൂയി വിളിക്കുമ്പോ ഇവരെന്തിനാ ഇപ്പൊ കിടന്ന് വിളിക്കുന്നത്, ഇനി തിരിച്ചു ചെല്ലാൻ പറഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇവളെ ഫോൺ എടുത്ത് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എന്താ അങ്ങോട്ട് വരണോ എന്ന് ചോദിക്കുമ്പോ ഷൂയിക്ക് ഇവളെ അങ്ങോട്ട് കൊണ്ടുവരാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ആ ശരി ശരി ഓക്കെ, വയ്യെങ്കിലോ നീ വീട്ടിൽ പൊക്കോ, റെസ്റ്റ് എടുത്തേക്ക്, ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. ഒരു ബന്ധമില്ലാതെ. ഷൂയി എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്, അവൾക്ക് എന്താ പറ്റിയതെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഷൂയി ഫോൺ വെച്ചിട്ട് ഷിയാനോട് ആ കുട്ടി ഇവിടെ ഇല്ല സർ, അവൾക്ക് വയ്യ, അതുകൊണ്ട് ഇവിടെ നിന്ന് പോയി എന്ന് പറയുമ്പോ ഷിയാൻ അവൾക്ക് എന്ത് പറ്റിയതാ, അവൾ എങ്ങോട്ടാ പോയത് എന്നൊക്കെ എടുത്തെടുത്ത് ചോദിക്കുമ്പോ ഷൂയിക്ക് അത് തീരെ പിടിക്കുന്നില്ല. ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഇയാൾ എന്തിനാ കണ്ട പെണ്ണുങ്ങളുടെ കാര്യമൊക്കെ അന്വേഷിക്കുന്നത് എന്നാണ് ഇവളുടെ മനസ്സില്. അതുകൊണ്ട് തന്നെ അവൾക്ക് നിങ്ങളെ പോലുള്ള വലിയ വലിയ ആളുകളെയൊക്കെ കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ. പക്ഷേ ഞാൻ അങ്ങനെയല്ല, എനിക്ക് നിങ്ങളെ പോലുള്ളവരെ, പ്രത്യേകിച്ച് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഇവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ അസിസ്റ്റന്റ് വന്നിട്ട് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവള് പറഞ്ഞത് കേട്ട് ചിരിച്ചിട്ട് ഷിയാനും അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അവൻ ചിരിക്കുന്നത് ഇവള് കണ്ടിട്ടില്ല. ഇയാൾ എന്താ തനിക്കൊരു മറുപടി പോലും പറയാതെ പോയത്, അപ്പോ ഇയാൾക്ക് താല്പര്യം എന്നോടല്ലേ എന്നാണ് ഇവളുടെ ഡൗട്ട്. അപ്പോ ഇവിടെ ഷിയു ആണെങ്കിൽ ഒരു കോഫി എടുക്കാനായിട്ട് വെൻഡിങ് മെഷീനിൽ പൈസയൊക്കെ പേ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് ആ ഒരു ബോട്ടിൽ താഴെ വീഴുന്നില്ല. ഇതെന്ത് കഷ്ട എന്ന് പറഞ്ഞ് ഇവൾ ഉടനെ തന്നെ ബഹളം വെക്കാൻ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് തൊട്ട് മുന്നേ ഒരു ബോട്ടിൽ എടുത്തത് ഈ പ്രൊഫസർ ആയിരുന്നു. സോ അവൻ ഇവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോഴാണ് ഇത് കേൾക്കുന്നത്. സോ അങ്ങോട്ടേക്ക് വന്ന് ആ ഒരു മെഷീനിൽ 2 തട്ട് കൊടുക്കുമ്പോൾ ഇവളുടെ ആ ഒരു ബോട്ടിൽ താഴെ വന്ന് വീഴുന്നു. ഇവള് ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു പ്രൊഫസറെ കാണുന്നത്. പക്ഷെ മുന്നേ തന്നെ ഇവള് ഇവന്റെ വോയിസ് കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ അത് ഇവനാണ് എന്ന കാര്യം ഇവൾക്ക് അറിയില്ല. ഇവളെ നേരിട്ട് കണ്ടിട്ടില്ല. എന്നിരുന്ന പോലും ഇവൾക്ക് ഇവനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. കുറച്ചു നേരം തന്നെ ഇവനെ നോക്കി നിന്നിട്ടാണ് ഇവള് അവനോട് താങ്ക്സ് പറയുന്നത്. പക്ഷെ ഇവള് കോഫി എടുത്തിട്ട് നോക്കുമ്പോൾ അവനെ കാണുന്നുണ്ടായിരുന്നില്ല. അവനോട് നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ആ ഒരു കോൺഫറൻസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കാണ്. പക്ഷെ ഷൂയിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആവേശമൊന്നും ഇപ്പൊ ഇല്ല. ഇവള് നല്ല ഡള്ളായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഷിയാനും ഇവള് അസൂയയിലാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഷിയാൻ പ്രൊഫസറിനെ വേദിയിലേക്ക് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നാൽ അപ്പൊ തന്നെയാണ് ആ ഒരു പ്രോഗ്രാം തീരാറായതുകൊണ്ട് ഷിയു തിരിച്ച് അങ്ങോട്ടേക്ക് കയറുന്നത്. അവള് വരുമ്പോ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നത് ഇവളെ നേരത്തെ കണ്ട ആ ഒരു വ്യക്തി തന്നെയാണ്. അവന്റെ ആ ഒരു ശബ്ദം കേൾക്കുന്ന സമയത്ത് ഇതിപ്പോ അയാളായിരുന്നു. ഇവൾക്ക് മനസ്സിലാവുന്നു താൻ അന്ന് കേട്ട വോയിസിന്റെ ഓണർ ഇവനാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഇവള് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. എന്നാൽ ഷൂയി ഷിയാനെ നോക്കുന്ന സമയത്ത് ഷിയുനെയാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൾക്കത് തീരെ പിടിക്കുന്നില്ല. പക്ഷേ ഷിയു ആ ഒരു പ്രോഗ്രാമില് ഇപ്പോഴാണ്
ആണല്ലോ തിരിച്ചു കയറിയത്, അതാണ് അവൻ നോക്കുന്നത്. കൂടെ തന്നെ ഷൂയെയും അവൻ നോക്കുന്നുണ്ട്. സോ അങ്ങനെ ആ ഒരു പ്രോഗ്രാം അവസാനിക്കുന്നു. റുവോയും ഷിയും അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഷൂയും അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ അവള് പ്രൊഫസറിനെ കാണുന്നത് കൊണ്ട് തന്നെ അവനോട് സംസാരിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ഷിയു ഇവളെ വിളിച്ചിട്ട്, അല്ല ഇന്ന് ആ സ്റ്റേജിൽ നിന്ന് സംസാരിച്ചത് ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഇവള്, അത് ഷിയാൻ, അനക്കെന്താ ഇത്രയ്ക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൾക്ക് ദേഷ്യം വന്ന് അവളെ ഫോൺ കട്ട് ചെയ്യുന്നു. ഇവരെന്താ എന്റെ അങ്കിളിനെ മാത്രം അവിടെ കണ്ടോളോ, ഞാൻ മാത്രമാണോ അവിടെ ഒരു ഹാൻസം ആയിട്ടുള്ള ചെറുപ്പക്കാരൻ നിന്ന് സംസാരിക്കുന്നത് കണ്ടത് എന്നിങ്ങനെ പറയുമ്പോ ഇവളുടെ പിന്നില് ഷിയാൻ വന്ന് നിൽക്കുന്നു. ഇത് നിന്റെ ഫസ്റ്റ് മീറ്റിംഗ് അല്ലായിരുന്നോ, നീ എന്തിനാ തുടങ്ങിയപ്പോ തന്നെ എഴുന്നേറ്റ് പോയത്, എന്താ നിന്റെ പ്രശ്നം, നീ ഇങ്ങനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ എനിക്ക് നിന്നെ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് തന്നെ നിർത്തേണ്ടി വരും എന്ന് പറയുമ്പോ ഇവള്, അയ്യോ വേണ്ട, ഞാൻ ഇനി ഇത് ആവർത്തിക്കില്ല, ഒരു അബദ്ധം പറ്റി പോയതാ എന്ന് പറഞ്ഞ് ഇവന്റെ കയ്യിൽ പിടിച്ച് സംസാരിക്കുമ്പോ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന ഷൂയി അത് കാണുന്നു. ഇവൾക്കത് തീരെ പിടിക്കുന്നില്ല. അപ്പോ ഇവരെയും അവിടെ ഷിയു കാണുന്നത് കൊണ്ട് തന്നെ ദേ അവരൊക്കെ നോക്കുന്നു, ഞാൻ പോട്ടെ അല്ലെങ്കിൽ പണിയാവും എന്ന് പറയുമ്പോ ഷിയാനും ഇവളോട് പൊക്കോളാനായിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ അവളെ പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതിനുശേഷം ഷിയാൻ നേരെ ഇവർക്ക് രണ്ടുപേരുടെയും അടുത്തേക്ക് വരികയാണ്. പക്ഷെ ഷൂയി തനിക്ക് പോയിട്ട് അത്യാവശ്യ കാര്യമുണ്ട് എന്ന് പ്രൊഫസറിനോട് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇവനെ അവോയ്ഡ് ചെയ്തിട്ട് പോകുന്നു. ഇവളോട് ഒരു വാക്ക് പോലും സംസാരിക്കാൻ നിൽക്കാതെയാണല്ലോ അവൻ മറ്റു പെണ്ണുങ്ങളോട് സംസാരിക്കുന്നത് എന്നാണ് ഇവള് ചിന്തിക്കുന്നത്. അപ്പോ ഷിയാൻ പ്രൊഫസറിനോട് വന്ന്, അല്ല നിങ്ങളിപ്പോ എന്താ സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോ പ്രൊഫസർ, അത് പുള്ളിക്കാരി ഒരു ഡിന്നർ വിത്ത് ഇന്റർവ്യൂവിന് ക്ഷണിച്ചതാണ് എന്ന് പറയുന്നു. അപ്പോ ഇവൾ എത്ര നന്നായിട്ട് ആർട്ടിക്കിളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം, ബാക്കിയുള്ളവർക്കൊക്കെ ഇന്റർനോടല്ലേ താല്പര്യം, ഇയാൾ ഒരിക്കലും തന്നെ ഇഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പിറുവിറുത്തുകൊണ്ട് ഇവള് നടക്കാണ്. എന്നാൽ ഷിയാനും ഇവളുടെ പിന്നാലെ തന്നെ വരികയാണ്. അതുകൊണ്ട് തന്നെ ഇവൾ അവനെ കണ്ട് സ്പീഡ് കൂട്ടുന്നു. നിങ്ങൾ എന്നോട് സംസാരിക്കാനുള്ള വരക്കമാണെങ്കിൽ ഞാൻ എന്തായാലും മിണ്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. പക്ഷെ മുന്നോട്ട് ചെല്ലുമ്പോൾ വഴി അവസാനിച്ചു. മുന്നിൽ വെറും മതില് മാത്രമാണ് ഉള്ളത്. അപ്പോ ഷിയാൻ ഇവളോട് അവിടെ എന്ത് ചെയ്യാ എന്ന് ചോദിക്കുമ്പോ ഇവള് പെട്ടെന്ന്, അത് ഞാൻ പ്രാർത്ഥിക്കാണ് എന്ന് പറയുന്നു. അപ്പോ ഇവൻ താൻ അവിടെ നിന്ന് പോവാണ് എന്ന് പറയുമ്പോ ഇവളും പൊക്കോളാനായിട്ട് പറയുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ഷിയാൻ ഇവളുടെ അടുത്തേക്ക് വന്ന് ഇവളുടെ കയ്യിൽ പിടിച്ച്, ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവളും ഷോക്കായി പോകുന്നു. എന്നാൽ അപ്പോ ഇവിടെ ഷിയു ഈ ഒരു പ്രൊഫസറിന്റെ പിന്നാലെയാണ്. അവളെ ഇവന്റെ അടുത്തേക്ക് വന്ന് ഇവനോട് മിണ്ടാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നു. പക്ഷെ ഇവൻ വലിയ മൈൻഡ് ഒന്നും ഇവളെ കൊടുക്കുന്നില്ല. സോ ഇവളുടെ കയ്യിലുള്ള ഒരു ഡ്രിങ്ക് എടുത്ത് ഇതെന്റെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടായിരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഇവനെ കൊടുക്കുമ്പോ അവനും അത് സ്വീകരിക്കുന്നു. ഇവൾക്ക് നേരത്തെ ഒരു ഹെൽപ്പ് ചെയ്തതാണല്ലോ, സോ അതിന്റെ ബേസിലായിരിക്കാം ഇവള് തരുന്നത് എന്ന് കരുതിയിട്ട് ആ സമയത്ത് അവന്റെ വണ്ടി വരുന്നത് കൊണ്ട് തന്നെ പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോ ഇവിടെ ഷൂയെ ഇവൻ കാറിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവള് നല്ല ദേഷ്യത്തിലാണ്, ഒന്നും മിണ്ടുന്നില്ല. ഞാൻ എന്തോരം മെസ്സേജ് അയച്ചതാ എന്നിട്ട് ഒരു റിപ്ലൈ പോലും ഇല്ല. പെട്ടെന്ന് ഒരു ദിവസം കണ്ട പെണ്ണിനോട് ഇയാൾക്ക് എങ്ങനെ സംസാരിക്കാനാവുന്നു, ഞാൻ എന്താ അത്രയ്ക്ക് മോശമാണോ, ഹാർഡ് വർക്ക് ചെയ്യുന്നില്ലേ, സുന്ദരിയല്ലേ എന്നൊക്കെയാണ് ഇവളുടെ മനസ്സ് ഫുള്ള്. പക്ഷെ കുറച്ചു സമയം കഴിയുമ്പോ, അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ ഇയാളെ കുറ്റപ്പെടുത്തുന്നത്, ഞാനല്ലേ ഇയാളുടെ പിന്നാലെ നടക്കുന്നത്, ഇയാൾ എനിക്ക് വാക്കൊന്നും തന്നിട്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് സങ്കടത്തിലാവുന്നു. അവളുടെ ആ ഒരു ഫേസ് എക്സ്പ്രഷൻസ് എല്ലാം തന്നെ ഇവനും മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും ഷിയാന് ഒരു കോള് വരുന്നത് കൊണ്ട് തന്നെ അവൻ ഫോണിൽ സംസാരിക്കുന്നു. അപ്പോ ഷൂയ്ക്ക് നല്ല ഉറക്കം വരുന്നത് കൊണ്ട് തന്നെ വീണ്ടും ആ ഒരു കാറിലിരുന്ന് ഇവള് ഉറങ്ങുന്നു. അവള് ഉറങ്ങി വീഴാൻ തുടങ്ങുമ്പോ ഷിയാൻ അവളുടെ ഫേസ് ഇങ്ങനെ താങ്ങി നിർത്തിയിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോ ഇവര് അവളുടെ അപ്പാർട്ട്മെന്റിലെത്തി. പക്ഷെ ഷൂയി അപ്പോഴും നല്ല ഉറക്കമാണ്, എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞ് ഇവൾ എഴുന്നേക്കുമ്പോ കാണുന്നത് ഇവൻ കൈയൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോ ഇവള് പെട്ടെന്ന് നേരെ ഇരുന്നിട്ട്, ഇവിടെ എത്തിയിട്ട് ഒരുപാട് സമയമായോ, നിങ്ങൾ എന്താ എന്നെ വിളിക്കാറുന്നത്, എന്തായാലും എന്നെ ഡ്രോപ്പ് ചെയ്തതിന് താങ്ക്സ്, ഒരു ദിവസം ഞാൻ എന്തായാലും ഒരു ഡിന്നറൊക്കെ തരാം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ ഇവൻ വലിയ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവള് ആ ഒരു മാഗസിന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂവിന്റെ കാര്യമാണ് എന്ന് പറയുമ്പോൾ ഇവന്റെ മുഖം മാറുന്നു. സോ ഇവളോട്, നിനക്ക് എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ് വേണമെങ്കിൽ എന്റെ അസിസ്റ്റന്റിനെ കോൺടാക്ട് ചെയ്താൽ മതി, എനിക്ക് പോയിട്ട് ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഇവളും ശരി എന്ന് പറഞ്ഞിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. ഇവൾക്ക് ആദ്യം അതോർത്ത് കുറച്ച് നിരാശ ആവുന്നുണ്ട്. പക്ഷെ ഇത്രയും തിരക്ക് ഉണ്ടായിരുന്നിട്ടും തനിക്ക് വേണ്ടി ഒരുപാട് സമയമാണല്ലോ അവൻ മാറ്റിവെച്ചത്. സോ പുള്ളി അത്ര ഭീകരനൊന്നും അല്ല എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇവള് അകത്തേക്ക് പോകുന്നു. പക്ഷെ വീടിനകത്ത് വരുമ്പോ ഇവളുടെ ചിന്ത വീണ്ടും മാറുന്നു. ഇയാള് അവിടെ വെച്ച് ഷിയുവിനോട് കൊഞ്ചിക്കൊഴിയുന്നത് കണ്ടതല്ലേ, ഇപ്പൊ ഇയാള് എന്റെ തല പിടിച്ച് ഹോൾഡ് ചെയ്ത് വെക്കുന്നു. ഇനി ഞങ്ങള് രണ്ടുപേരെയും ഒരുമിച്ച് ഡേറ്റ് ചെയ്യാനാണോ ഇയാള് ശ്രമിക്കുന്നത് എന്നൊക്കെ ഇവളെ ചിന്തിക്കുന്നു. അപ്പോ ഇവിടെ ഷിയാൻ തിരിച്ച് ഓഫീസിലെത്തി വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ അപ്പോഴും അവന്റെ ഫോൺ ചെക്ക് ചെയ്യുന്നുണ്ട്, ഷൂയി ന്യൂ മെസ്സേജ് വല്ലതും അയച്ചോ എന്ന്. എന്നാൽ ആ ഒരു സമയത്ത് ഇവര് രണ്ടുപേരും ഇവിടെ ഒരുമിച്ചാണ് ഇപ്പോ ഉള്ളത്. അപ്പോഴേക്കും ഗുവാനെ ഷിയാനും റുവോയെ ഷൂയിയും വിളിക്കുന്നു. രണ്ടുപേരും ഒരു കമ്പനിക്കായിട്ടാണ് വിളിക്കുന്നത്. പക്ഷെ ഇവര് രണ്ടുപേരും ഇവിടെ ബിസി ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇല്ല ഞാനിപ്പോ ഫ്രീ അല്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഫോൺ വെക്കുന്നു. അതിനുശേഷം ഗുവാൻ ഇവളോട്, എന്നെ പോലെ ഒരു നല്ലവനല്ലാത്ത വ്യക്തിയെ നീ ഒരിക്കലും കല്യാണം കഴിക്കരുത് എന്ന് പറയുമ്പോ റുവോ, അല്ലെങ്കിൽ തന്നെ ആരാ ഇപ്പൊ കല്യാണത്തിലേക്കൊക്കെ പോകുന്നത്, അതെങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി എന്ന് പറഞ്ഞ് അവന്റെ ആ തീരുമാനത്തോട് യോജിക്കുന്നത് പോലെ
പോലെ പറയുന്നുണ്ടെങ്കിലും ഇവള് അവനോടൊപ്പമുള്ള ഒരു ലൈഫ് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഗുവാനും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവനിൽ തന്നെ ഒരു വിശ്വാസമില്ല. മാത്രമല്ല റുവോ തന്നെ ആ ഒരു രീതിയിലൊന്നും അല്ല കാണുന്നത് എന്നും ആണ് അവൻ വിചാരിക്കുന്നത്. അങ്ങനെ അതിനുശേഷം പിറ്റേന്ന് ഷൂയെ ഇവളുടെ അമ്മ വീണ്ടും വിളിച്ചിട്ട് അവരുടെ ആ ഒരു കൊളീഗിന്റെ മകനുമായിട്ട് ബ്ലൈൻഡ് ഡേറ്റിന് പോകാനായിട്ട് ആവശ്യപ്പെടുന്നു. പക്ഷെ ഇവള് അമ്മ ഞാനിപ്പോ ബ്രേക്കപ്പ് ആയി എന്നുള്ളത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമല്ലേ, എനിക്ക് കുറച്ച് സമയം താ, ഞാനൊന്ന് ഓക്കെ ആവട്ടെ, അതിനുശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറയുമ്പോ അതെല്ലാം തന്നെ അങ്ങോട്ടേക്ക് വന്ന ഷിയും കേൾക്കുന്നുണ്ട്. അതിനുശേഷം ഇവരുടെ ചീഫ് ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ട് എല്ലാവരും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം തന്നെ ഷൂയിയെ അഭിനന്ദിക്കുന്നു. പക്ഷെ യോലിങ്ങിന് അത് തീരെ പിടിക്കുന്നില്ല. ഇവൾക്ക് അറിയാം ഇവരുടെ ചായ്വ് ഷൂയിയുടെ അടുത്താണ് എന്ന്. അവരങ്ങനെ കാണിക്കുന്നതിന് കാരണം ഷൂയി അവളുടെ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്ത് സ്വന്തം കാര്യം മാത്രം നോക്കി പോകുന്ന വ്യക്തിയാണല്ലോ. ആരുമായിട്ടും മത്സരിക്കാൻ അവള് നിൽക്കുന്നില്ല. സോ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ വർഷം ഏറ്റവും കൂടുതൽ ഫ്രണ്ട് പേജ് കവർ ചെയ്തത് ഷൂയി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും വന്ന് ഇവളോട് ട്രീറ്റ് ചോദിക്കുന്നു. പക്ഷെ അതൊന്നും തന്നെ ഷൂയി കേൾക്കുന്നില്ല. എല്ലാവരും ഒരുപാട് സമയം വന്ന് വിളിക്കുന്നു. പക്ഷെ ഷൂയി നോ മൈൻഡ്. കാരണം ഇവളെ ഹെഡ്ഫോൺ വെച്ചേക്കായിരുന്നു. അതിലാണെങ്കിൽ നോയിസ് ക്യാൻസലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് ആര് സംസാരിച്ചാലും പെട്ടെന്ന് കേൾക്കാൻ സാധിക്കില്ല. ആ ഒരു സമയത്ത് അത് കാണുമ്പോഴാണ് ഇവൾക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ഇവള് മുന്നേ തന്നെ ഒരു ഹെൽപ്പിനായിട്ട് ഷൂയെ പലതവണ വിളിച്ചതാണല്ലോ ആ ഒരു കീബോർഡിൽ വെള്ളം ചെറിഞ്ഞ കമ്പ്യൂട്ടർ ഓഫ് ആയി പോയ സമയത്ത്. സോ ഇവള് അന്ന് പലതവണ വിളിച്ചിട്ടും ഇവളെ കേൾക്കാതിരുന്നത് ഇവൾ ആ ഒരു ഹെഡ്ഫോൺ വെച്ചത് കൊണ്ടായിരുന്നിരിക്കണം എന്ന് ഇവൾക്ക് ഇപ്പോ മനസ്സിലാവുന്നു. തന്നെ മനഃപൂർവ്വം അവള് അവോയ്ഡ് ചെയ്തതല്ല എന്ന് ഇവളെ തിരിച്ചറിയുന്നു. അപ്പോ എല്ലാവരും ട്രീറ്റ് ചോദിക്കുമ്പോൾ ഷൂയും നിങ്ങള് സ്ഥലം തീരുമാനിച്ചോ, ഞാൻ റെഡിയാണ് എന്ന് പറയുന്നു. പക്ഷെ ഷിയു നല്ല പെട്ടിരിക്കാണ്. തന്റെ ഒരു മണ്ടത്തരം കാരണമാണല്ലോ അങ്കിള് ഒരുപാട് തവണ ഷൂയെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവൾക്ക് വീട്ടിൽ വന്നിട്ടും ഒരു മനസമാധാനവും ഇല്ല. സോ ഇവളിങ്ങനെ കുത്തിയിരിക്കുമ്പോൾ ഷിയാനും അവളോട് കാര്യം അന്വേഷിക്കുന്നു. അപ്പോ ഇവള് തനിക്കൊരു അബദ്ധം പറ്റിയതാ, പക്ഷേ എനിക്ക് എന്റെ മാനേജറിനോട് നേരിട്ട് മാപ്പ് പറയാനൊന്നും പറ്റില്ല, ഞാൻ അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞത് കൊണ്ടല്ലേ അങ്കിളും അവരെ ഒരുപാട് കഷ്ടപ്പെടുത്തിയത് എന്ന് ചോദിച്ചിട്ട് അവൾ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോ ഇവനും മനസ്സിലാവുന്നുണ്ട് ഇവളെ പറയുന്നത് ഷൂയുടെ കാര്യമാണ് എന്ന്. അപ്പോ ഷിയു, എന്റെ 22 വയസ്സിനിടയ്ക്ക് ഞാൻ ഇതുവരെയും ആരെയും ഒരു തവണ പോലും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല. ഇപ്പോ ഇതെനിക്ക് അറിയാതെ പറ്റിയ അബദ്ധമാ. പക്ഷെ ഞാൻ അവരോട് എങ്ങനെയും മാപ്പ് പറയാ, എന്നെ കൊണ്ട് പറ്റില്ല, ഇത് എന്തൊരു നാണക്കേടാ, ഇതിന്റെ ഇടയ്ക്ക് ഞാനിപ്പോ ഒരു വില്ലത്തി ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കരയാണ്. അല്ല, അങ്കിളല്ലേ അവരെ ഒരുപാട് കഷ്ടപ്പെടുത്തിയത്, അതുകൊണ്ട് അങ്കിള് തന്നെ പുള്ളിക്കാരിയോട് മാപ്പ് ചോദിക്കോ എന്ന് ചോദിക്കുമ്പോ ഇവൻ, നീ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്, അതുകൊണ്ട് നീ തന്നെ എന്താന്ന് വെച്ചോ ചെയ്തോ, ഇല്ലെങ്കില് ഞാൻ നിന്റെ വില്ലനാവും, അത് നീ മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് പോകുന്നു. സോ ഇവള് എന്ത് ചെയ്യണോന്ന് അറിയാതെ പെട്ടെന്ന് തന്നെ ഹോങ്ങിന് മെസ്സേജ് അയച്ച് ഷൂയുടെ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോ ഇവിടെ ഷൂയി മുന്നേ തന്നെ റുവോയി വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവളിപ്പോ ഇവളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോ ഷോയിയും റുവോയുടെ അടുത്ത് ഷിയാന്റെയും അതുപോലെ തന്നെ ഷിയുന്റെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവളും മുന്നേ തന്നെ അവളെ ഗുവാനോടൊപ്പം കണ്ടിരുന്നതാണല്ലോ. സോ അവള് അത്ര പോപ്പുലർ ആയിരുന്നു, എന്തായാലും വലിയ കുടുംബത്തിലെ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോ ഷോയിയുടെ സംശയം, എന്നാലും അവരെങ്ങനെയായിരിക്കും പരിചയപ്പെട്ടിട്ടുണ്ടാവുക, എനിക്കത് ആലോചിക്കുമ്പോ ഒരു മനസമാധാനവും കിട്ടുന്നില്ല എന്ന് പറയുമ്പോ റുവോ, അല്ല നീ എന്തിനാ അതിനത്ര അസൂയപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോ ഷൂയി, ഇത് അസൂയൊന്നും അല്ല, എനിക്ക് പുള്ളിക്കാരത്തോട് ഒരു ക്രഷ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും പിടിക്കുന്നില്ല എന്ന് പറയുമ്പോ ഇവള്, നീ സീരിയസ് ആയിട്ടാണോ മോളെ ഈ പറയുന്നത്, എങ്കിൽ പിന്നെ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്ക്, നിങ്ങൾ തമ്മിൽ നാളെ ഒരു അഫെയർ ഉണ്ടായാല് തീർച്ചയായും ബാക്കിയുള്ളവര് നീ നേടുന്നത് എന്തും ഷിയാന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണെന്നേ വിചാരിക്കോ, അതിന് നീ ഇടവരുത്തരുത്, അത് നിന്റെ കരിയറിനെ ആയിരിക്കും ബാധിക്കുന്നത് എന്ന് പറയുമ്പോ അതൊന്നും ഞാനിപ്പോ നോക്കുന്നില്ല, എന്തായാലും നമ്മുടെ മൈൻഡ് പറയുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നാണ് ഷോയി പറയുന്നത്. അങ്ങനെ അതിനുശേഷം ഇപ്പോ ഇവളുടെ ഒരു ഫേവറേറ്റ് സിംഗർ ഉണ്ടല്ലോ, അവരുടെ പേര് ലേലാൻ എന്നാണ്. അന്ന് ഷിയാന്റെ വീട്ടിലെ കമ്മല് തപ്പി പോയപ്പോഴും ഇവരുടെ ഒരു ആൽബം ഒക്കെ അവിടെ വെച്ച് കണ്ടിരുന്നല്ലോ. സോ ആ ഒരു സിംഗർ അവരിപ്പോ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് 25 വർഷമായി. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫാൻസിന് വേണ്ടി വലിയൊരു മ്യൂസിക് ഈവന്റ് തന്നെ നടത്താനായിട്ട് പോവാണ്. ആ ഒരു പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോ ഇവൾക്ക് ഷിയാനെ കൂടി അതിലേക്ക് വിളിച്ചാലോ, എന്തായാലും ഷിയാനും പുള്ളിക്കാരെ ഇഷ്ടമാണ്, അയാൾക്ക് എന്തായാലും ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ആ പേരും പറഞ്ഞ് വിളിച്ചോണ്ട് പോക്ക് നടക്കില്ല. സോ ഈ പേരും പറഞ്ഞ് വിളിച്ചോണ്ട് പോയാലോ എന്ന് ചിന്തിച്ചിട്ട് ഇവളെ പെട്ടെന്ന് തന്നെ ഷിയാന മെസ്സേജ് അയച്ച്, എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല, ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്, നിങ്ങൾ എന്നെ വീചാറ്റില് ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് സുഖമായിട്ട് ഇറങ്ങായിരുന്നു എന്ന് പറഞ്ഞ് അയക്കുമ്പോ ഇവനും ആ ഒരു മെസ്സേജ് കണ്ട ഇവന്റെ ഫോണിലെ ആ ഒരു സെറ്റിംഗ്സ് ഒക്കെ അവൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി ഇവൻ മാറ്റിയിടുന്നു. ഇവൻ അങ്ങോട്ട് ഒന്നും അയക്കാൻ പോകുന്നില്ല. എന്നാൽ കുറച്ചു കഴിയുമ്പോഴേക്കും ഷോയിക്ക് SY എന്ന ഷോർട്ട് ഫോമില് ഒരാളുടെ മെസ്സേജ് വീചാറ്റിൽ വരുന്നു. അത് ഷിയാനാണ് എന്നറിഞ്ഞ് ഇവൾക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അവന്റെ ഷോർട്ട് നെയിം ആണ് SY എന്ന്. അതുകൊണ്ട് തന്നെ ഇവള് പെട്ടെന്ന് മെസ്സേജ് അയച്ച്, എപ്പോഴെങ്കിലും ഇതൊന്നും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തല്ലോ എന്ന് ചോദിച്ചിട്ട് ഇവൾ ആ ഒരു മ്യൂസിക് ഷോയുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവൻ അയച്ചിട്ട്, നാളെ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോയാലോ,
നൈറ്റ് ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോ അവനും ഓക്കെ പറയുന്നു. ഇവളും വളരെ ഹാപ്പി ആവാണ്. അവൻ അത്രയും പെട്ടെന്ന് ഓക്കെ പറയും എന്ന് ഇവള് വിചാരിച്ചിരുന്നില്ല. അപ്പോ ഇവിടെ ഗുവാനും ആ ഒരു മ്യൂസിക് ഷോ നടക്കുന്നുണ്ട് എന്നറിഞ്ഞ് അതിലേക്ക് പോവാനായിട്ട് റോയെ കൂടി ക്ഷണിക്കാം എന്ന് കരുതി അവൾക്ക് മെസ്സേജ് അയക്കാനായിട്ട് ഫോൺ എടുക്കുന്നു. എന്നാൽ ഇപ്പോ ഇവിടെ റോ ആണെങ്കിൽ നേരത്തെ ഷോയി പറഞ്ഞ ആ ഒരു കാര്യമാണ് ആലോചിക്കുന്നത്. അവരൊക്കെ എത്ര വലിയ ആളുകളാണെങ്കിലും നമ്മുടെ മൈൻഡ് പറയുന്ന കാര്യം നമ്മൾ ഫോളോ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോ റുവോ അവളുടെ മൈൻഡ് മാറ്റിയിട്ട് ഗുവാന് അങ്ങോട്ട് ആ ഒരു ടിക്കറ്റ് അയച്ചിട്ട് നാളെ നമുക്ക് ഈ ഒരു ഷോ കാണാൻ പോയാലോ എന്ന് ചോദിക്കുന്നു. ഇവൻ അങ്ങോട്ട് അയക്കുന്നതിന് മുന്നേ തന്നെ അവളെ ഇങ്ങോട്ട് അയച്ചത് കൊണ്ട് തന്നെ ഗുവാനും വളരെ ഹാപ്പി ആവുന്നു. അവൻ ഓക്കെ പറയുമ്പോ ഇവളും ഹാപ്പി ആവുന്നു. അങ്ങനെ അതിനുശേഷം പിറ്റേന്ന് ആ ഒരു ഷോ നടക്കാനായിട്ട് പോവാണ്. ഇവള് ഇവിടെ ഷിയാനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അപ്പോ അവനും നല്ല ഹാൻസം ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. എന്നാൽ ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് അവൻ ദേഷ്യപ്പെട്ട് ഈ ഒരു സിഗ്നൽ കാണിക്കുന്നു. ഇവന് ഇതിനോടൊന്നും താല്പര്യമില്ല, ഇവളോട് ഇവന് ഇൻട്രസ്റ്റ് ഇല്ല എന്ന രീതിയിൽ. എന്നാൽ അത് കണ്ട് ഇവൾ ഇവിടെ ചാടി എഴുന്നേൽക്കാണ്. അതൊരു സ്വപ്നം മാത്രമായിരുന്നു. ആ ഒരു കാര്യം റിയൽ ആയിട്ട് സംഭവിച്ചതല്ല. ഇവള് ജസ്റ്റ് ഒന്ന് സ്വപ്നം കണ്ടതാണ്. ഇന്നാണ് ആ ഒരു ഷോ നടക്കാനായിട്ട് പോകുന്നത്. സോ ഇവള് രാവിലെ തന്നെ ഷിയാന് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ എടുക്കുമ്പോഴാണ് തന്റെ കയ്യിൽ അവന്റെ വീചാറ്റ് ഉള്ള കാര്യം ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാതെ വീചാറ്റില് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, എത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവനും ഓക്കെ പറയുന്നു. സോ ഇപ്പൊ ഇവള് അങ്ങോട്ട് പോവാനായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യാണ്. അതുപോലെ തന്നെ ഇവിടെ ഷിയാനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷോയി ഫസ്റ്റ് തന്നെ ആ ഒരു ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അകത്ത് കയറുന്നതിന് മുന്നേ ഇവള് സൈഡിലുള്ള ഒരു കടയിൽ നിന്ന് പെയർ ആയിട്ടുള്ള ഒരു ബോ സെലക്ട് ചെയ്യുന്നു. അത് ഇവൾക്ക് ഷിയാനും വെച്ചു കൊടുക്കുന്നതൊക്കെ ആയിട്ട് സ്വപ്നം കാണുന്നു. അങ്ങനെ ഇവള് ആ ഒരു ബോയൊക്കെ മേടിച്ച് അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു കാറ് വരുന്നത് കൊണ്ട് തന്നെ ഇവളും അത് ഷിയാൻ ആയിരിക്കും എന്ന് കരുതി അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് ഷിയാൻ ആയിരുന്നില്ല, ഷിയു ആയിരുന്നു. പെട്ടെന്ന് ഇവളെ ഷോക്കായി. അല്ല, ഇതെന്തൊരു കോയിൻസിഡൻസ് ആണ് എന്ന് ചോദിക്കുമ്പോ ഷിയു കോയിൻസിഡൻസോ, നിങ്ങളല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോ ഷോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല താൻ എപ്പോഴാ ഇവളെ വിളിച്ചത് എന്ന്. പക്ഷെ ഈ ഷിയാനിലും SY ഉണ്ട്, അതേപോലെ തന്നെ ഇവളുടെ പേരിലും SY ഉണ്ട്. സോ താനാണ് തെറ്റിദ്ധരിച്ചത്. ചാറ്റിൽ തനിക്ക് മെസ്സേജ് അയച്ചത് ഷിയാൻ ആയിരുന്നില്ല, ഷിയു ആണ് എന്ന് ഇപ്പോഴാണ് ഇവളെ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര നാണക്കേടും അതുപോലെ തന്നെ നിരാശയൊക്കെ ആവുകയാണ്. ഇനിയിപ്പോ വേറെ വഴിയൊന്നുമില്ല, അവളുടെ കൂടെ ഇരുന്ന് ആ ഒരു ഷോ കാണാം, അതല്ലേ നടക്കൂ. ഇവളാണല്ലോ വിളിച്ചു വരുത്തിയത്. അങ്ങനെ ഇവരും അകത്തേക്ക് വരുന്നു. സോ ഇവിടെ ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തേക്കാണ്. എന്നാൽ അവിടെ ഫസ്റ്റ് റോയിൽ തന്നെയാണ് ഇപ്പോ ഷിയാൻ ഉള്ളത്. അതുപോലെ തന്നെ ഈ പ്രൊഫസർ, റോ, ഗുവാൻ ഒക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. സത്യത്തില് ഈ ഒരു സിംഗർ മറ്റാരുമല്ല, ഷിയാന്റെ സഹോദരിയാണ്, അതായത് ഷിയുവിന്റെ അമ്മ. പക്ഷെ അവര് മാരീഡ് ആണ്, ഇവർക്ക് ഇങ്ങനെ ഒരു മകളുണ്ട് എന്ന കാര്യമൊന്നും പുറത്ത് ആർക്കും അറിയില്ല. മുന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണല്ലോ, ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഭയങ്കര മിസ്റ്റീരിയസ് ആണ്. അത് അവര് ഭയങ്കര രഹസ്യമായിട്ട് കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ്. സോ മറ്റാർക്കും ഇവരുടെ ഡീറ്റെയിൽസോ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും തന്നെ അറിയില്ല. അപ്പോ ആ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് ഷോയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നു. അപ്പോ ഷിയോ എന്താ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ ഇവളും ഈ പാട്ട് കേൾക്കുമ്പോ ഒരു ചെറിയ സങ്കടമൊക്കെ ആവുന്നുണ്ട് എന്ന് പറയുമ്പോ അത് നിങ്ങൾ ബ്രേക്കപ്പ് ആയതല്ലേ, അതുകൊണ്ടായിരിക്കും ഒരുപാട് ഫീൽ ആവുന്നത് എന്ന് ഷിയോ പറയുമ്പോ ഇവള് ഞാനും എന്റെ ബോയ് ഫ്രണ്ടും ബ്രേക്കപ്പ് ആയിട്ട് 1 മാസത്തോളമായി. അവൻ എന്നെ ചീറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും അത്ര വലിയ വേദനയൊന്നും ആയിരുന്നില്ല. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബ്രേക്കപ്പ് അവളുടെ ഏറ്റവും വലിയ സങ്കടമൊന്നും ആവരുത് എന്ന് പറയുമ്പോ ഷിയോ അല്ല, നിങ്ങളുടെ ബോയ് ഫ്രണ്ട് നിങ്ങൾ എന്തിനാ ചീറ്റ് ചെയ്തത്, അയാൾക്ക് അതിന് എങ്ങനെ തോന്നി, നിങ്ങളെ കാണാൻ നല്ല സുന്ദരിയല്ലേ എന്ന് ചോദിക്കുമ്പോ അവന്റെ കണ്ണില് സൗന്ദര്യത്തിനല്ല പ്രാധാന്യം, പൈസയിലാണ്. അത് മാത്രമേ അവൻ നോക്കുന്നുള്ളൂ. അവൻ എന്നെ ഉപേക്ഷിച്ച് പോയത് അവന്റെ ഇപ്പോഴത്തെ ഗേൾഫ്രണ്ടിന് ഒരു റിച്ച് അങ്കിൾ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ആ അങ്കിള് കുറച്ച് അട്രാക്റ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ അയാളോട് എന്റെ ഫീലിങ്സ് ഒന്നും കൺട്രോൾ ചെയ്യാനാവുന്നില്ല എന്ന് പറയുമ്പോ ഷിയോ എങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കണ്ട, ആ പെണ്ണിനെ പോലെയല്ല അവളുടെ അങ്കിൾ എങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിനോട് പോയി നിങ്ങളുടെ ഫീലിങ്സ് പറഞ്ഞേക്ക്, അത് നിങ്ങളെ ചീറ്റ് ചെയ്തവനിട്ടും പണി കൊടുക്കാൻ കിട്ടിയ ഒരു അവസരമല്ലേ എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്നു. ഷോയെ നമുക്ക് നോക്കാം എന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഷിയു അവിടെ നിന്ന് പോകുന്നു. ഇവളും ഷിയാൻ എന്ന് പറഞ്ഞ് സേവ് ആക്കിയിരുന്ന ആ ഒരു കോണ്ടാക്ട് തിരുത്തിയിട്ട് ഷിയു എന്ന് സേവ് ചെയ്തു. അപ്പോ ഷിയു അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും പ്രൊഫസർ ആ ഒരു പരിപാടിയിൽ വന്നിരിക്കുന്നത് ഇവളെ കാണുന്നു. ഇദ്ദേഹം എന്റെ അമ്മയുടെ ഫാൻ ആയിരുന്നോ എന്ന് ചിന്തിച്ചിട്ട് അവള് പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് എനിക്ക് അമ്മയുടെ ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള കുറച്ച് ആൽബംസ് വേണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. അപ്പോ പ്രൊഫസർ ഷോയെ അവിടെ കാണുമ്പോൾ അവളോട് വന്ന് സംസാരിക്കുന്നു. ഇവന് ആ ഒരു ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തത് ഷിയാനാണ് എന്ന് പ്രൊഫസർ പറയുന്നു. അപ്പോ ഷോയ്ക്ക് ഇവനുമായിട്ട് ഒരു മെയിൻ ഇന്റർവ്യൂ ആവശ്യമാണ്. സോ അതിനു വേണ്ടിയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവർ ഷെഡ്യൂൾ ചെയ്ത് സംസാരിക്കുന്നു. എന്നാൽ അവരങ്ങനെ സംസാരിക്കുന്നതൊക്കെ അവിടെ നിന്ന് പോവാൻ
പോകാൻ തുടങ്ങുകയായിരുന്ന ഷിയാൻ കാണുന്നു. ഈ ഒരു പരിപാടിയിലേക്ക് ഷോയി എത്തിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ഇപ്പോഴാണ് ഇവൻ അറിയുന്നത്. അതിനുശേഷം ഇവള് ടാക്സി ബുക്ക് ചെയ്തിട്ട് അത് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. എന്നാൽ അപ്പോഴേക്കും ഷിയാൻ അവന്റെ വണ്ടി ഇവളുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തുന്നു. ഇവനെ കണ്ട് ഇവള് ഒന്ന് ഷോക്കാവുന്നു. അവൻ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് കാറിൽ കയറാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവനൊന്നും പറയാത്തത് കൊണ്ട് തന്നെ ഇവള് അവളുടെ ടാക്സി തിരക്കി മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങുന്നു. എന്നാൽ അപ്പൊ അവളുടെ കാല് ജസ്റ്റ് ഒന്ന് മടങ്ങുന്നു. പക്ഷേ അതൊരു അവസരമാക്കി എടുത്ത് അയ്യോ എന്റെ കാലുളുക്കി എനിക്കിനി ഒരു പൊടി നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടം കാണിക്കുമ്പോൾ തന്നെയാണ് ഇവളുടെ ടാക്സി ഡ്രൈവർ ഇവളെ വിളിക്കുന്നത്. നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചിട്ട് ഇവള് ആ ഒരു സമയത്ത് അയാളോട് ഫോണിൽ സംസാരിക്കുന്നത് നോർമലായിട്ട് നടന്നു തന്നെയാണ്. അവൾ ആ കാര്യം മറന്നുപോയി. സോ അത് കാണുമ്പോൾ ഷിയാണ് ഇവള് അഭിനയിക്കാണ് എന്ന് മനസ്സിലാക്കി അവൻ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷെ ഇവൻ കയ്യിന്ന് പോയി എന്നത് കണ്ട് ഇവളെ പിന്നാലെ പോകുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഇവളുടെ കാല് മടങ്ങുന്നു. അത് ശരിക്കും ഒന്ന് നല്ലതുപോലെ വേദനിക്കുന്നുണ്ട്. സോ അവള് അങ്ങനെ ഇപ്പൊ മുണ്ടി നടക്കുന്നത് ഷിയാനും ക്ലാസ്സിലൂടെ കാണുന്നു. അപ്പോ ഇവള് അവനങ്ങനെ കണ്ണിച്ചോറിയില്ലാതെ കാണിച്ചത് കൊണ്ട് തന്നെ അവനെ കുറ്റം പറഞ്ഞ് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പൊ തന്നെയാണ് ഷിയാൻ വീണ്ടും വണ്ടി തിരിച്ച് ഇവളുടെ പിന്നാലെ വരുന്നത്. ഇവള് വീണ്ടും അവനെ കണ്ട് കാറിൽ കയറാനായിട്ട് അടവെടുക്കുമ്പോ അത് അടവാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവളോടെ കാറിൽ കയറാനായിട്ട് ഷിയാനും പറയുന്നു. പക്ഷേ ഇവള് വണ്ടിയിൽ ഇരുന്നിട്ടും എന്റെ കാലൊട്ടും വയ്യ, എല്ലാം ഒടിഞ്ഞെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ഷിയാനും നേരെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നു. പക്ഷേ ഇവള് ഒരു വിധത്തിൽ കാറിൽ നിന്ന് ഇറങ്ങി നടക്കുന്നില്ല. നേരെ ചൊവ്വേ എനിക്ക് നിൽക്കാൻ പോലും പറ്റില്ല, പിന്നെയല്ലേ നടക്കുന്നത് എന്ന് പറഞ്ഞ് അതിൽ തന്നെ ഇരിക്കുകയാണ്. ഷിയാൻ ഇവളോട് മാക്സിമം ഇറങ്ങി നടക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ഇവളുടെ അടവിന് മുന്നിൽ ഇവൻ തോറ്റുകൊടുത്ത് ഇനി ശരിക്കുള്ളതാണോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവളെ തൂക്കിയെടുത്ത് ഇപ്പൊ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇവൾ ആ സമയത്ത് അവനെ തന്നെയാണ് നോക്കുന്നത്. അപ്പോ ഷിയാൻ ഇവളോട് നിന്നോട് നിന്റെ എക്സ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ കുറച്ച് ഹെവി ആണെന്ന് എന്ന് ചോദിക്കുമ്പോ എന്നോട് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, അതിന് എന്നെ ആരും ഇങ്ങനെ ക്യാരി ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾക്ക് അതിനുള്ള ഫസ്റ്റ് അവസരം കിട്ടിയത് എന്ന് പറയുമ്പോ ഷിയാൻ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഇപ്പോ ഇവളെ ഓർത്തോയെ കൊണ്ടുവന്ന് കാണിക്കുന്നു. ഡോക്ടർ ചെക്ക് ചെയ്ത് എക്സ്റേ ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് മടങ്ങിയതാണ്. പക്ഷെ അവര് കാലിൽ പിടിക്കുമ്പോ തന്നെ ഇവള് അലറി വിളിക്കാണ് ഷിയാൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവനൊരു കോൾ അപ്പൊ വരുന്നത് കൊണ്ട് തന്നെ അവൻ സംസാരിക്കാനായിട്ട് പുറത്തേക്ക് പോകുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു ഡോക്ടർ എത്ര പിടിച്ചു ഞെക്കിയിട്ടും ഇവൾക്ക് ഒരു ഭാവമാറ്റവും ഇല്ല. സോ ഡോക്ടറിന് മനസ്സിലാവുന്നുണ്ട് ഇവള് മനഃപൂർവ്വം അവന്റെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷോ ഇറക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഇവര് നിങ്ങളുടെ ബോയ് ഫ്രണ്ട് കുറച്ച് കഠിന ഹൃദയനാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ വിളിക്കുന്നത് കേട്ട് ഇങ്ങനെ നിക്കോ എന്ന് ചോദിക്കുമ്പോ അത് കേട്ട് അങ്ങോട്ടേക്ക് ഷിയാനും വരുന്നു. അപ്പൊ ഇവള് അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ ഇവന് സന്തോഷാവുന്നു. പക്ഷെ ഇവൾ ഉടനെ തന്നെ അയാൾക്ക് അതിന് ഹൃദയം പോലും ഇല്ല, പിന്നെ എങ്ങനെയാ അത് ഹാർഡ് ആവുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവനത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് പോയിട്ട് ഇവളെ വിചാരിക്കുന്നത് ഇവളെ എടുക്കാനായിട്ട് അവൻ വരും എന്നാണ്. പക്ഷെ ഷിയാൻ ഇവൾക്കുള്ള വീൽ ചെയർ ബുക്ക് ചെയ്തിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. സോ ഇവളെ ഇപ്പോ വീൽ ചെയറിലാണ് നേഴ്സ് കൂട്ടിക്കൊണ്ട് വരുന്നത്. അവളുടെ കാലിന് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് വീട്ടിൽ പോയി ഐസൊക്കെ വെച്ചാൽ മതി, ഓക്കെ ആവും എന്ന് പറഞ്ഞിട്ട് എന്തോ മെഡിസിൻ ഒക്കെ കൊടുത്താണ് വിടുന്നത്. പക്ഷെ ഈ വീൽ ചെയറിൽ നിന്ന് ഇനി ഇവളെ എഴുന്നേറ്റ് വേണമല്ലോ കാറിൽ കയറാൻ. എന്നാൽ ഇവൾ അതിന് കൂട്ടാക്കുന്നില്ല. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ഒരു പൊടി പോലും നടക്കാൻ പറ്റില്ല, എന്റെ കാലൊട്ടും വയ്യ, തീരെ വേദന സഹിക്കാൻ വയ്യ എന്ന് പറയുമ്പോ ഷിയാനും ഇവളുടെ വേദന ഉള്ളതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ അറിയുന്നില്ലല്ലോ ഇത് ഫേക്ക് ആണെന്ന്. അതുകൊണ്ട് തന്നെ ഇവളെ എടുക്കാനായിട്ട് വരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ഒരു പൂച്ച ഓടിക്കൊണ്ട് വരുന്നത് കൊണ്ട് തന്നെ ഇവളെ പേടിച്ച് അതിന് എഴുന്നേറ്റ് ഓടുന്നു. സോ ഇവളുടെ കാലിന് ഒരു കുഴപ്പമില്ല എന്ന് ഇപ്പൊ ഇവന് മനസ്സിലാവുന്നു. പിന്നെ ഇവൾക്കും അഭിനയിക്കാൻ പറ്റില്ലല്ലോ, എല്ലാം തൊലഞ്ഞു. സോ ഷിയാൻ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷൂയി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ കാറിലേക്ക് സ്വന്തമായിട്ട് ഓടിക്കയറുന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പൊ ഇവര് തിരിച്ചു പോകുന്ന സമയത്ത് ഇവന് അറിയാവുന്ന ഒരാളെ വിളിച്ചിട്ട് ഇവന് മുന്നേ ഒരു പെൺകുട്ടിയുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അവളൊരു പോപ്പുലർ ആയിട്ടുള്ള ആക്ട്രസ് ആണ്, അത് നമ്മുടെ ഷൂയിക്കും അറിയാം റുവോ പറഞ്ഞിട്ട്. സോ അയാളിപ്പോ വിളിച്ചിട്ട് എന്റെ ഫ്രണ്ടിന് അവനുമായിട്ട് ഒരു സിനിമ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറയുമ്പോ എക്സിന്റെ കാര്യം പറയുന്നത് ഷൂയിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോ ഷിയാൻ അയാളോട് അവരുടെ ആക്ടിങ് അത്ര പോരാ, എന്റെ കാറിലിരിക്കുന്ന സാധനം അതിൽ നന്നായിട്ട് അഭിനയിക്കും എന്ന് പറയുമ്പോ ഇവൾക്കത് ഭയങ്കര നാണക്കേടാവുന്നു. പിന്നെ ഒന്നും മിണ്ടാൻ പോകുന്നില്ല. അതിനുശേഷം ഷിയാൻ തന്നെയാണ് ഇവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പൊ വീട്ടിൽ വന്നിട്ട് ഷിയാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും പുള്ളിയുടെ എക്സിനേക്കാൾ ബെറ്റർ ഞാനായതുകൊണ്ടല്ലേ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവൾക്ക് അവന് എക്സ് ഉള്ളത് കൊണ്ട് തന്നെ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എങ്കിലും ഇവള് പിന്മാറാനൊന്നും തയ്യാറല്ല. അപ്പൊ അതിനുശേഷം ഷിയാൻ ആണെങ്കിൽ ഈ ഒരു സിംഗർ ആയിട്ടുള്ള അവന്റെ സിസ്റ്ററുമായിട്ടും ഷിയുമായിട്ടും ഒക്കെ ഡിന്നർ കഴിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോ ഷിയു അമ്മയോട് അവള് ഷൂയെ തെറ്റിദ്ധരിച്ച കാര്യവും അതുപോലെ തന്നെ മാപ്പ് പറയാനായിട്ട് താൻ മെസ്സേജ് അയച്ചപ്പോ പുള്ളിക്കാരെ ഒരു ജാടയില്ലാണ്ട് എനിക്ക് തിരിച്ച് റിപ്ലൈ തന്നത്, അമ്മയുടെ മ്യൂസിക് ഷോയിലേക്ക് എന്നെ ക്ഷണിച്ചതും ഞാൻ അവരിന്ന് അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവള് ആ കാര്യങ്ങളൊക്കെ ഇവരോട് പറയുന്നു. അപ്പോഴേക്കും ഷൂയി ഇവന് ഇന്നത്തെ മെഡിക്കൽ ബില്ല് എത്രയായി എന്ന് ചോദിച്ച് ഇവന് മെസ്സേജ് അയക്കുന്നു. പക്ഷെ അവൻ ഇവളുടെ നമ്പർ ആക്ട്രസ് എന്ന് പറഞ്ഞിട്ടാണല്ലോ സേവ് ചെയ്തിരിക്കുന്നത്. ആ ഒരു മെസ്സേജ് വരുന്നത് ഷിയു കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവളെ വിചാരിക്കുന്നത് ഇവൻ വീണ്ടും ആ ഒരു പഴയ ആക്ട്രസുമായി
ഷിയാനുമായിട്ടുള്ള റിലേഷൻ തുടങ്ങി എന്നാണ്. ഇവൾക്ക് അവരോട് അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവൾ അമ്മയോട് അമ്മായി അങ്കിള് വീണ്ടും ആ പഴയ ആക്ട്രസുമായിട്ട് ബന്ധം തുടങ്ങിയെന്നാ തോന്നുന്നത് എന്ന് പറയുമ്പോൾ ഷിയാൻ നീ കാര്യം അറിയാതെ ചിലക്കാതിരിക്കാനായിട്ട് പറയുന്നു. അപ്പോ ഷിയോന്റെ അമ്മ ഇവനോട് ആരാടാ അത്, ഇവള് പറഞ്ഞതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിക്കുന്നു. അപ്പോ ഷിയാൻ അങ്ങനെയൊന്നും അല്ല ചേച്ചി, ഇവളെ ചുമ്മാ പറയാ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അപ്പോ ഇവന്റെ സിസ്റ്റർ എന്തായാലും നീ നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയാ വിട്ട് കളയണ്ട എന്ന് പറഞ്ഞിട്ട് നാളെ ഇവരുടെ ഒരു ഫാമിലി മെമ്പർ വെക്കുന്ന ഒരു ഡിന്നർ പാർട്ടി ഉണ്ട്. സോ അതിലേക്ക് ഇവന് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലെങ്കിൽ ഷിയുനെയും കൂട്ടിക്കൊണ്ട് പോവാനായിട്ട് പറയുന്നു. പക്ഷേ ഷിയുന് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഷിയാനും ഇല്ല കുഴപ്പമില്ല അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഷോയ്ക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി അവൻ പുറത്തേക്ക് വരുന്നു. എന്നാൽ ഷിയുന് അവന്റെ കള്ളക്കളികളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്കിള് എന്തായാലും ആരോ ആയിട്ട് പ്രണയത്തിലാണ്. സോ അത് ആരായാലും ആ ആക്ട്രസിനെ ഞാൻ ഉടനെ തന്നെ കണ്ടെത്തും എന്ന് ഇവള് തീരുമാനിക്കുന്നു. അപ്പോ ഷിയാനും പുറത്തു വന്നിട്ട് ഷോയ്ക്ക് വീച്ചാറിൽ റിക്വസ്റ്റ് ഇടുന്നു. കാരണം അവള് ഇപ്പോ പേയ്മെന്റ് ഡീറ്റെയിൽസ് അയക്കാനായിട്ട് പറഞ്ഞതാണല്ലോ. സോ അത് അയക്കാൻ വേണ്ടി ഒരു കാരണം കണ്ടെത്തിയിട്ട് അവൻ അയക്കുന്നു. ഇവൾക്കും അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നു. അതില് മറ്റേതിലെ പോലെ SY എന്നൊന്നും അല്ല, ഫുൾ നെയിം തന്നെയാണ് ഉള്ളത്. അങ്ങനെ ഇവളവനോട് എത്രയായി ബില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പേ ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോൾ ഇവനും ഇവൾക്ക് ആ ഒരു മെഡിക്കൽ ബില്ല് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. നല്ലൊരു തുക തന്നെ ആയിട്ടുണ്ട്. ഇവള് അത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ആ ഒരു പൈസ അയക്കുന്നത്. അങ്ങോട്ട് ചെന്ന് ചോദിച്ചു വാങ്ങിയതാണല്ലോ. പക്ഷെ ഷിയാൻ ആ ഒരു എമൗണ്ട് സ്വീകരിക്കുന്നില്ല, റിജക്ട് ചെയ്യുന്നു. ഇവളും ഉടനെ തന്നെ അത് കണ്ട് താങ്ക്സ് പറയാണ് അവനോട്. അപ്പോ ഷിയാൻ നീ വെച്ചോ ഇന്നത്തെ ആക്ടിങ്ങിന് ഇത് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഇവള് അതെന്താ 2000 യുവാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ആക്ടിങ് എന്ന് ചോദിക്കുമ്പോ പിന്നെ നിനക്ക് എത്ര വേണോന്ന് ഇവൻ ചോദിക്കുന്നു. അപ്പോ ഇവള് നാളെ എന്നോടൊപ്പം ഒരു ഡിന്നറിനായിട്ട് വന്നാ മതി എന്ന് പറയുമ്പോ ഇവനും ഇവൾക്ക് ശരി ഞാൻ നാളെ വൈകിട്ട് 5 മണിക്ക് തന്നെ നിന്നെ പിക്ക് ചെയ്യാനായിട്ട് വരാം എന്ന് പറഞ്ഞ് അയക്കുമ്പോ ഇവൾക്കും അത് കണ്ട് ഒരുപാട് സന്തോഷമാവുന്നു. സോ ഇവള് നാളെ ഡിന്നറിന് പോവാനായിട്ട് 2-3 ഡ്രസ്സിന്റെ ഫോട്ടോയൊക്കെ എടുത്ത് ഇവന് സെൻഡ് ചെയ്തിട്ട് ഇതിൽ ഏതാണ് ഇടേണ്ടത് എന്ന് ചോദിക്കുന്നു. പക്ഷേ ഷിയാൻ അത് കണ്ടിട്ട് ഒരു ബന്ധമില്ലാതെ റെഡ് എന്നാണ് പറയുന്നത്. ഇവൾ അയച്ച കൂട്ടത്തിലൊന്നും ഈ റെഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നില്ല. സോ അവൻ തന്നെ റെഡ് ഡ്രസ്സിൽ കാണാനായിരിക്കും ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സ്വയം ഇവള് ഹരം കൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് ഇവള് വൈകിട്ടാണല്ലോ അവനോടൊപ്പം ചെല്ലേണ്ടത്. സോ അതിനു മുന്നേ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കാണ് ആ ഒരു റെഡ് ഡ്രസ്സ് തപ്പിയിട്ട്. ഇവൾക്ക് ഒരു ഷോപ്പിൽ ആ ഒരു റെഡ് ഡ്രസ്സ് കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഷോപ്പിലേക്ക് കയറി അത് ഇട്ട് നോക്കുന്നു. എന്നാൽ ആ ഒരു ഡ്രസ്സ് ഇട്ട് ഇവള് പുറത്ത് മിററിൽ വന്ന് നോക്കാൻ തുടങ്ങുമ്പോഴേക്കും പുറത്ത് ഷിന്നും ലഷിയും അതേ ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവള് അവരുടെ മുന്നിലേക്ക് എടുത്ത് ചാടുന്നില്ല, ഇവിടെ തന്നെ നിൽക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ഷിയോ ഇവളെ വിളിച്ചിട്ട് നമുക്കൊരു ഷോപ്പിങ്ങിന് പോയാലോ എന്ന് ചോദിക്കുമ്പോ ഞാൻ ഓൾറെഡി തന്നെ ഷോപ്പിങ്ങിലാണ്, പക്ഷേ ഇപ്പൊ ഞാൻ പെട്ടു നിൽക്കോ, എന്റെ എക്സും അന്ന് പറഞ്ഞ ആ പെൺകുട്ടിയും ഇവിടെ നിൽപ്പുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോ പുറത്തോട്ട് പോലും ഇറങ്ങാൻ വയ്യ എന്ന് പറയുമ്പോ ഷിയോ ഇവളോട് ഏത് ഷോപ്പിലാണ് എന്ന് ചോദിച്ചിട്ട് വെയിറ്റ് ചെയ്യ് ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. അപ്പോ ലഷിയും ഷൂയി ഇട്ടുകൊണ്ട് നിൽക്കുന്ന അതേ ഡ്രസ്സ് തന്നെയാണ് ഇപ്പോ ട്രൈ ചെയ്ത് നോക്കുന്നത്. പക്ഷെ അവൾക്ക് അതത്ര ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അവിടുത്തെ സെയിൽസ് ഗേൾ ഇവളോട് ഇത് മാഡത്തിന് വളരെ നന്നായിട്ട് ചേരുന്നുണ്ട്, ഇതിട്ടോണ്ട് എവിടെ പോവുകയാണെങ്കിലും നിങ്ങളായിരിക്കും അവിടുത്തെ സ്റ്റാർ എന്തൊക്കെ പറയുമ്പോ ഇവള് നല്ല രീതിയിൽ പൊങ്ങുന്നുണ്ട്. ഷിനിനോട് അഭിപ്രായം ചോദിക്കുമ്പോ അവൻ ഇവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പെട്ട് കൊള്ളാം എന്ന് പറയുന്നു. അപ്പൊ തന്നെ ഷൂയും താനെന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്ന് ചിന്തിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഇവര് രണ്ടുപേരും ഒരേ ഡ്രസ്സിലാണ് എന്ന കാര്യം അവളെ തിരിച്ചറിയുന്നത്. ഷിന്നാണെങ്കിൽ ഷൂയിയുടെ ആ ഒരു ലുക്ക് കണ്ട് വായി നിറഞ്ഞിരിക്കുകയാണ്. അപ്പോ ആ ഒരു സെയിൽസ് ഗേൾ നേരത്തെ ലഷിയോട് പറഞ്ഞതുപോലെ തന്നെ അതുപോലെയല്ല അതിനേക്കാളും കൂട്ടി മാഡം ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, നിങ്ങളുടെ സ്കിൻ ടോണിന് ഇത് വളരെ മാച്ചിങ് ആണ്, ഇപ്പോ മാഡത്തിനെ ഒരു മോഡലിനെ പോലെയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഷൂയിക്കും ഇവരുടെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ അവൾക്ക് അത് ഇഷ്ടപ്പെട്ട് താങ്ക്സ് പറയുന്നു. എന്നിട്ട് ഇവളെ ആ ഒരു ഡ്രസ്സിലെ ഫോട്ടോയൊക്കെ എടുത്ത് ഷിയാനെ അയച്ചിട്ട് ഇത് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവര് 3 പേരും ഇവിടെ ഇപ്പോ ഒരുമിച്ചാണ് ഉള്ളത്. അവര് ഹോഴ്സ് റൈഡിങ്ങിനായിട്ട് എത്തിയതാണ്. അപ്പോഴാണ് ഇവൻ ഷൂയുടെ മെസ്സേജ് കാണുന്നത്. ഇവൻ ആ ഒരു ഡ്രസ്സ് വളരെ ഇഷ്ടപ്പെടുന്നു. അവൾ അയച്ചു കൊടുത്ത ഫോട്ടോയൊക്കെ ഇവൻ സേവും ചെയ്യുന്നു, പക്ഷെ മറുപടി ഒന്നും പറയുന്നില്ല. അപ്പൊ ഇവൻ വീണ്ടും ഫോൺ നോക്കി ചിരിക്കുന്നത് കാണുമ്പോ ഗുവാൻ നീ വീണ്ടും ചിരിക്കുന്നോ, അല്ല ഇന്ന് ഈവനിങ് നിനക്ക് പാർട്ടിയിലേക്ക് പോവാനായിട്ട് ഗേൾഫ്രണ്ട് ഒന്നും ഇല്ലല്ലോ, എനിക്കോ ആരെയും കിട്ടിയിട്ടില്ല, നമുക്ക് ഒരുമിച്ച് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഷിയാൻ എനിക്ക് നിന്നോടൊപ്പം വരാൻ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ പ്രൊഫസർ അവന്റെ പെരുമാറ്റം കണ്ട് നിനക്ക് പെണ്ണ് കിട്ടിയില്ലെങ്കിലും പുള്ളിക്ക് ആരോ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഗുവാൻ വളരെ അതിശയത്തിലാണ് അവനെ നോക്കുന്നത്. അപ്പോ ഷിയാൻ ഇവൾക്ക് റിപ്ലൈ കൊടുക്കുന്നത് ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ്. എന്നാൽ ലഷി ഇവിടെ നോക്കുന്ന സമയത്ത് ഷിൻ ആണെങ്കിൽ വായും പൊളിച്ച് ഇപ്പോഴും ഷൂയെ തന്നെയാണ് നോക്കുന്നത്. സോ അവൾക്ക് നല്ല അസൂയായിട്ട് എന്തൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ട് അവള് വേറെ ഡ്രസ്സ് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നു. ഷൂയും ഇട്ട് കൊടുക്കുന്നില്ല, അവളും വേറെ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നു. ഇവര് രണ്ടുപേരും തമ്മിൽ അവിടെ ഒരു ഫാഷൻ ഷോ മത്സരം തന്നെ നടക്കുകയാണ്. അതിനുശേഷം ലഷിയാണെങ്കിൽ അവള് ട്രൈ ചെയ്ത് നോക്കിയ ഡ്രസ്സ് എല്ലാം തന്നെ പാക്ക് ചെയ്യാനായിട്ട് പറയുന്നു. ബില്ല് പേ ചെയ്യാനായിട്ട് പറയുന്നത് ഷിനിനോടും. അവൻ വലിയൊരു പിശുക്കനായതുകൊണ്ട് തന്നെ മടിച്ചാണ് വേറെ നിവർത്തിയൊന്നും ഇല്ലാതെ അത് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോ സെയിൽസ് ഗേള് ഷൂയോട് മാഡം നിങ്ങളുടെ ഡ്രസ്സ് പാക്ക് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോ അതൊക്കെ ഒരുപാട് വിലപിടിപ്പുള്ളതാണ്, ഇവള് ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചതൊന്നും അല്ല,
അതുകൊണ്ട് തന്നെ ഇവൾക്ക് അത് എടുക്കാനും താല്പര്യമില്ല. പക്ഷേ ഇവരൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഇവൾക്ക് നോ പറയാനും പറ്റുന്നില്ല. എന്നാൽ അതേ സമയം തന്നെയാണ് ഷിയു വലിയൊരു പൊങ്ങച്ചക്കാരി ലുക്കില് അങ്ങോട്ടേക്ക് എത്തുന്നത്. നേരെ വന്ന് ഷൂയി എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ഡ്രസ്സ് എല്ലാം തന്നെ പാക്ക് ചെയ്തോളാനായിട്ട് പറഞ്ഞ് ബില്ലടിക്കാനായിട്ട് ഇവളുടെ കാർഡും എടുത്തു കൊടുക്കുന്നു. എന്നിട്ട് ലഷിയോട്, സിസ്റ്റർ, നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രസ്സ് വളരെ നന്നായിട്ടുണ്ട്. ഈ കടയിലെ ഏറ്റവും വൃത്തികെട്ട ഡ്രസ്സ് ഏതാണെന്ന് കാണിച്ചു വന്ന് ഞങ്ങളുടെ സമയം സേവ് ചെയ്തതിൽ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഷൂയുടെ അടുത്തേക്ക് വരുന്നു. അപ്പൊ ഷൂയി, അല്ല, ഇത്രയും പൈസ കൊടുത്ത് ഈ ഡ്രസ്സൊക്കെ വാങ്ങേണ്ട ആവശ്യമുണ്ടോ? നീ ശരിക്കും ഇത് പേ ചെയ്യാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോ ഇവള്, ഇതെന്റെ അങ്കിളിന്റെ കാർഡാ, അങ്കിളിന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്, ഇത് എക്സിന്റെ മുന്നില് ഷൈൻ ചെയ്യാൻ കിട്ടിയ ഒരു അവസരമല്ലേ, അതന്നെ യൂസ് ചെയ്യേ എന്ന് പറയുമ്പോ ഷൂയി, ഇതൊരു മര്യാദകേടല്ലേ, എനിക്ക് നിന്റെ അങ്കിൾ ആരാണെന്ന് പോലും അറിയില്ല എന്ന് പറയുമ്പോ, അതൊന്നും കുഴപ്പമില്ല, അങ്കിൾ എന്നെ ഒന്നും പറയാൻ പോകുന്നില്ല, അന്ന് എന്നെ മ്യൂസിക് ഷോയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതല്ലേ, അതിന്റെ ഒരു കടപ്പടക്കെ ആയിട്ട് ഇരുന്നോട്ടെ, ഈ ഒരു അവസരം വിട്ടുകളയണ്ട എന്ന് പറയുമ്പോ ഷൂയും ഒന്നും പറയുന്നില്ല. സോ ലഷിക്ക് അതൊക്കെ കണ്ട് നല്ല ദേഷ്യം വരാണ്. പ്രത്യേകിച്ച് ഷിയു അവളെ ചൊറിയുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ലഷിയാണെങ്കിൽ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോ ഷിൻ, ഈ ഡ്രസ് ഒന്നും കൊള്ളില്ല, നമുക്ക് വേറെ കടയിൽ പോയി വാങ്ങാം എന്ന് പറഞ്ഞിട്ട് അവളെ എങ്ങനെയൊക്കെ വിളിച്ചോണ്ട് പോകുന്നു. അപ്പൊ അവളും ദേഷ്യപ്പെട്ട്, അല്ലെങ്കിൽ നിന്റെ കണ്ണില് അവളല്ലേ പിടിക്കൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടാണ് അവരവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഇവരും വാങ്ങിയ ഡ്രസ്സൊക്കെ ആയിട്ട് പുറത്തു വന്നിട്ട് ഷിയോ ഷൂയെ ഒരു ഡിന്നറിനായിട്ട് വിളിക്കുമ്പോ, ഇല്ല, എനിക്ക് വേറൊരാളെ കാണാൻ പോകാനുണ്ട് എന്ന് പറയുമ്പോ തന്നെ, ആരാ, ആ അങ്കിൾ ആണോ, എങ്കിൽ പിന്നെ ഒട്ടും സമയം കളയണ്ട, ഇപ്പൊ തന്നെ പൊക്കോ എന്ന് പറഞ്ഞ് ഒരു ഗുഡ് ലക്ക് ഒക്കെ പറഞ്ഞിട്ട് ഇവളെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ഷോയും സാധനങ്ങളൊക്കെ ആയിട്ട് അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഷിയാൻ ഇവളെ വെയിറ്റ് ചെയ്ത് കിടക്കാണ്. ഇവളെ പെട്ടെന്ന് ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഇവന്റെ മുന്നിൽ പോവണ്ട, അല്ലെങ്കിൽ അവൻ പറഞ്ഞ ഉടനെ തന്നെ ഇവള് ആ ഒരു റെഡ് ഡ്രസ്സ് തപ്പി പോയതാണല്ലോ, അവൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതുമില്ല, അതുകൊണ്ട് തന്നെ ഇതിട്ട് അവന്റെ മുന്നിൽ പോവണ്ട എന്ന് കരുതി ഇവള് പെട്ടെന്ന് റൂമിലേക്ക് പോകാൻ തുടങ്ങുന്നു. പക്ഷേ ഷിയാൻ ഇവളെ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവളോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അടുത്തേക്ക് ചെന്ന്, നീ എവിടെ പോവാ എന്ന് ചോദിക്കുമ്പോ ഇവള്, ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറ്റി ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോ ഷിയാൻ, നീ ഡ്രസ്സ് മാറ്റണ്ട, ഇതിൽ നിന്നെ കാണാൻ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇവന്റെ കാറിലാക്കിയിട്ട് അത് വീട്ടിൽ കൊണ്ടുവെക്കാനുള്ള സാവകാശം പോലും കൊടുക്കുന്നില്ല, ഇവളെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. അതിനുശേഷം ആ ഒരു സ്പോട്ടിലേക്ക് എത്തുന്നു. ഇവള് ആ ഒരു സ്ഥലം കണ്ട് വിചാരിക്കുന്നത് ഇവൻ തന്നോടൊപ്പം ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നല്ലൊരു സ്പോട്ട് കണ്ടെത്തിയത് എന്നാണ്. പക്ഷെ അപ്പോഴാണ് അവൻ അവളോട് ആ കാര്യം പറയുന്നത്, ഇത് ഇവരുടെ ഫാമിലി മെമ്പർ നടത്തുന്ന ഒരു വിരുന്ന് സൽക്കാരമാണെന്ന്. അത് കേട്ട് ഇവൾക്ക് വലിയ നിരാശയാവുന്നു. എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഡിന്നർ ആയിരിക്കുമല്ലോ, അതും ഇവൾക്ക് അറിയാത്ത ആളുകളുമായിട്ട്. ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് ഒരു സ്പേസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. സോ ഇവള് നല്ല സാഡ് ആവുമ്പോ അത് കണ്ട് ഷിയാൻ, നീ വിഷമിക്കണ്ട, ഇത് കഴിഞ്ഞിട്ട് എന്നോടൊപ്പമുള്ള അടുത്ത ഡിന്നർ എവിടെയാ വേണ്ടതെന്ന് നീ തന്നെ തീരുമാനിക്ക് എന്ന് പറയുമ്പോ ഇവൾ ഓക്കെ ആവുന്നു. സോ അവരങ്ങനെ ഒരു കപ്പിൾസ് എന്ന രീതിയിൽ തന്നെ അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നു. അവിടെയുള്ളവരെല്ലാം തന്നെ ഷിയാൻ ഒരു പെൺകുട്ടിയുമായി എത്തിയത് കൊണ്ട് വളരെ കൗതുകത്തിലാണ് അവനെ നോക്കുന്നത്. ഇവൻ മുൻപ് അങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇവനിപ്പോ കമ്മിറ്റഡ് ആണ് എന്ന കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. ഇത് ഷിയാന്റെ പുതിയ ഗേൾ ഫ്രണ്ട് ആണോ, ഇവര് ആക്ട്രസ് ആണോ, ഇവൾക്ക് വേണ്ടിയിട്ടാണോ മറ്റേ പെണ്ണിനെ ഉപേക്ഷിച്ചത് എന്ന രീതിയിലൊക്കെ പല സംസാരങ്ങൾ വരുന്നു. നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ തന്നെ കമന്റ്സ് വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇവര് രണ്ടുപേരും ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. പക്ഷേ ലഷിയെ ഇവൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല, അവൻ ഫുള്ള് ഫോണിലാണ്. സോ ഇവള്, നീ ഇപ്പോഴും അവളുടെ കാര്യമാണോ ആലോചിച്ചിരിക്കുന്നത്? ഇന്ന് നീ എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരാതിരുന്നപ്പോ അവൾ എന്ത് വിചാരിച്ചാണോ? നീ എന്നെ സ്നേഹിക്കുന്നില്ല, എനിക്ക് വേണ്ടി പൈസ ചെലവാക്കുന്നില്ല എന്നൊക്കെ ആയിരിക്കില്ലേ അവള് വിചാരിച്ചത് എന്ന് ചോദിക്കുമ്പോ ഷിൻ, അത് അങ്ങനെയൊന്നും അല്ല, അവളെ ഞാനോട്ടുള്ള കാര്യങ്ങളൊക്കെ പാസ്റ്റ് അല്ലേ, അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ സംസാരിക്കണ്ട. നിനക്ക് ഞാനത് വാങ്ങി തരാതിരുന്നത് നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി ഞാൻ സേവ് ചെയ്തതാണ്. നീ നിന്റെ അങ്കിളിനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ആ കമ്പനിയിൽ ഒരു ജോലി വാങ്ങിത്താ, പിന്നെ നീ പറയുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാം എന്ന് പറയുമ്പോ ഇവളൊന്നും മിണ്ടുന്നില്ല. അതിനുശേഷം ഇവർ എല്ലാവരും ഇവിടെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഷൂയി വളരെ ഒറ്റപ്പെട്ട് ബോറടിച്ചിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഷിൻ ഇവൾക്ക് മെസ്സേജ് അയച്ചിട്ട്, ഷൂയി, ഇന്ന് സംഭവിച്ചു പോയതിന് സോറി, പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോ ഇവൻ എന്തിനാ എനിക്ക് മെസ്സേജ് അയക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് അതിന് റിപ്ലൈ കൊടുക്കുന്നില്ല. അപ്പോ അവൻ വീണ്ടും, എന്താ നീ ബിസി ആണോ എന്ന് ചോദിക്കുമ്പോ ഇവൾക്ക് ആ ഒരു മെസ്സേജ് കണ്ട് ചിരിയാണ് വരുന്നത്. സോ ഇവൾ അങ്ങനെ ചിരിക്കുമ്പോ അത് ഷിയാൻ ശ്രദ്ധിക്കുന്നു. അവൾക്ക് വന്നിരിക്കുന്ന മെസ്സേജും ഇവൻ കാണുന്നുണ്ട്. ഇവനത് ഒട്ടും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഇവളെ ഇങ്ങനെ തുറച്ചു നോക്കാണ്. സോ ഇവള് പെട്ടെന്ന് കൈയും കാലം വരച്ചിട്ട്, അതെ ഞാൻ ബിസിയാണ്, ഞാനിപ്പോ കേക്ക് ഉണ്ടാക്കാണ് എന്ന് പറഞ്ഞ് റിപ്ലൈ കൊടുക്കുന്നു. ആ ഒരു റിപ്ലൈ ഷിയാനും കാണുന്നുണ്ട്. ഉടനെ തന്നെ അവൻ ഇവൾക്ക് ഒരു പണി കൊടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഒരു കേക്ക് ഓർഡർ ചെയ്ത് കൊടുക്കുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവൻ ഇങ്ങനെ പ്രത്യേകം ഇവൾക്ക് വേണ്ടി ആ ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും ഇവളെയാണല്ലോ ശ്രദ്ധിക്കുന്നതും ഇവളെ കുറിച്ച് ഓരോന്ന് പറയാനും തുടങ്ങും. സോ ഇവൾക്കത് നല്ല നാണക്കേടായിട്ട് താഴത്തുകൂടി ഇവന്റെ കാലിൽ നല്ലത് കൊടുക്കുന്നു. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.